വീണ്ടും വാർത്തകളിലേക്ക്. റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് വാഹനമിടിച്ചു മരിച്ചു. തൃശൂർ കാളത്തോട് സ്വദേശി സിജോ ആണ് മരിച്ചത്. തൃശൂർ മണ്ണുത്തി റോഡിലാണ് അപകടമുണ്ടായത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. കെ അഖിൽ വിവരങ്ങൾ നൽകും. ഇന്നലെ രാത്രി 9:30 കാളത്തോട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ അതിദാരുണമായ അപകടം ഉണ്ടാകുന്നത്. അതായത് ഇദ്ദേഹം ഈ റോഡിന്റെ മറുവശത്ത് ആ സൈഡിൽ നിൽക്കുകയായിരുന്നു. ആ വശത്ത് നിന്നും ഈ ഒരു ലോറി അവിടെ നിന്നും വരുന്നുണ്ടായിരുന്നു. ഒരു കാർ ഈ വശത്ത് നിന്ന് വരികയും ചെയ്യുന്നു. പെട്ടെന്ന് ഈ പൂച്ച ഈ നടുവിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ റോഡിന്റെ മറുകരയിൽ നിന്നും ഇപ്പുറത്തേക്ക് വന്ന് പൂച്ച രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ ഇതിലെ കടന്നു പോകുന്നതിൽ ആദ്യം ലോറി തട്ടി അതിനുശേഷമാണ് ഈ സൈഡിൽ നിന്നും വരുന്ന കാറിന് മുൻപിലേക്ക് സിജോ എന്ന യുവാവ് വീഴുന്ന അതിദാരുണ സംഭവം. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറിയാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത്. മൃഗസ്നേഹി ആയിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിച്ചു നോക്കാം. ഈ സിജു എങ്ങനെയാണ് ഈ മൃഗങ്ങളോടൊക്കെ താല്പര്യമുള്ള ആളാണ്? താല്പര്യമുള്ള ആളാണ്. പട്ടികളെയും പൂച്ചകളെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കോഴിയുടെ കാല് കൊണ്ടുപോവാ ആൾക്കാർക്ക് കൊടുക്കാൻ. ആണല്ലേ? വീട്ടിൽ ധാരാളം മൃഗങ്ങളുണ്ട്, പട്ടികളുണ്ട്. പൂട്ടിട്ടോക്കാണോ എന്നൊന്നും അറിയില്ല. വളർത്തുന്ന ആള് എല്ലാ പട്ടികളെയും ആള് കൊണ്ടുപോകും. വീട്ടിൽ കെട്ടിടും. വീട്ടിലാരില്ലല്ലോ, ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അത്തരത്തിൽ മൃഗസ്നേഹി ആയതുകൊണ്ടാണ് ഇതിനെ ഇപ്പൊ വല്ലവരും ചെയ്യോ, നമ്മൾ ചെയ്യോ? ഇല്ല. അതാണ് വേദന ഉണ്ടാക്കുന്ന സംഭവം. ഇതിപ്പോ നമ്മള് ഇവിടെ കാലത്ത് വന്ന് വർത്തമാനം പറഞ്ഞ് നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോ നമ്മള് വീട്ടിൽ പോയി പിന്നെ വരുന്നത് മരിച്ചുന്നാ. വളരെയധികം ദുഃഖമുണ്ട് നമുക്ക്. ഇത് തന്നെയാണ് സംഭവം. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപകടം നടന്ന ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം വളരെയധികം മൃഗങ്ങളോടൊക്കെ വളരെയധികം സ്നേഹമുള്ളതാണ്. ഇത്തരത്തിൽ അപകടം പറ്റി നടക്കുന്ന അല്ലെങ്കിൽ വഴി കാണുന്ന മൃഗങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വളർത്തുന്ന ഒരു ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളെ സ്നേഹിച്ചും അതിനെ പരിപാലിച്ചും ഒക്കെ അധികം സന്തോഷം കണ്ടെത്തിയിരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പൂച്ചയ്ക്ക് കണ്ടപ്പോൾ സഹിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഓടിയെത്തി ആ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ആൾ മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ആ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചു. പക്ഷേ മരണം അപ്പോഴേക്കും സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.